വയനാട് സാലറി ചലഞ്ചിൽ തിരിച്ചടി ഏറ്റുവാങ്ങി സംസ്ഥാന സർക്കാർ. സാലറി ചലഞ്ചിന് തയ്യാറായത് 52% ജീവനക്കാർ മാത്രം. 500 കോടി പ്രതീക്ഷിച്ചയിടത്ത് ലഭിച്ചത് പകുതിയിൽ താഴെ. കൂടുതൽ ആളുകളും സമ്മതപത്രം നൽകിയത് ലീവ് സറണ്ടറിൽ നിന്നും തുക ഈടാക്കാൻ. 5 ദിവസത്തെ ശമ്പളം നൽകാനായിരുന്നു സർക്കാരിന്റെ നിർദ്ദേശം. പ്രജിത് മോഹനൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രജിത്ത്, വിവരങ്ങൾ. അനു, ഈ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട സാലറി ചലഞ്ച് നടത്താനുള്ള മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്കൊക്കെ കാരണമായിരുന്നു. കാരണം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വരെ മുടങ്ങിയ ഒരു സാഹചര്യത്തിൽ അതിനുശേഷം വരുന്ന ഒരു സംസ്ഥാനം സാമ്പത്തിക ഞെരുക്കത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് ജീവനക്കാരെ കൂടി ബുദ്ധിമുട്ടിലാക്കുന്ന രീതിയിലാണ് സർക്കാർ മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള വിമർശനങ്ങൾ ജീവനക്കാരുടെ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു. നിർബന്ധിതപൂർവ്വം ഈ പിരിവ് നടത്താനുള്ള ശ്രമങ്ങളൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പിന്നീട് ഏറ്റുവാങ്ങി. അതിനാൽ അവസാനം അത് നിർബന്ധപൂർവ്വം അല്ലാതാക്കി മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ സർക്കാർ പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. 5 ദിവസത്തെ ശമ്പളം ഈ സാലറി ചലഞ്ചിലേക്ക് നൽകണമെന്നതായിരുന്നു നിർദ്ദേശം. എന്നാൽ പിന്നീട് ഈ പ്രതിഷേധമൊക്കെ ഉയർന്നു. പ്രത്യേകിച്ച് ആദ്യഘട്ടത്തിൽ ലീവ് സറണ്ടർ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം വന്നിരുന്നു. പിന്നീട് ലീവ് സറണ്ടർ ഉപയോഗിക്കാനുള്ള അനുമതി നൽകുന്ന സാഹചര്യത്തിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടായി. അങ്ങനെ വലിയ വിവാദങ്ങൾക്കൊടുവിൽ സർക്കാരിന് സംസ്ഥാനത്തെ 52% ജീവനക്കാരുടെ പിന്തുണ മാത്രമാണ് ഇക്കാര്യത്തിൽ ലഭിച്ചത് എന്നുള്ളതാണ്. അതിൽ ലഭിച്ചവർ തന്നെ കൂടുതൽ ആളുകളും ഈ ലീവ് സറണ്ടർ, അതായത് ലീവ് നമുക്ക് ബാക്കിയുള്ള ലീവ് അത് തിരിച്ച് നൽകുമ്പോൾ അതിനുള്ള പണമായി സർക്കാർ നൽകേണ്ട തുകയിൽ നിന്ന് പിടിച്ചുകൊള്ളാനുള്ള ഒരു രീതിയിലേക്ക് ജീവനക്കാരെല്ലാം പോയി. കാരണം ഈ 52% ജീവനക്കാർ തയ്യാറെങ്കിലും അതിൽ കൂടുതൽ പേരും സമ്മതപത്രം നൽകിയത് ലീവ് സറണ്ടറിൽ നിന്നുള്ള തുക, ആ തുക ഈ സാലറി ചലഞ്ചിലേക്ക് പിടിക്കാൻ ഉള്ള ഒരു സമ്മതമായിരുന്നു അവർ നൽകിയിരുന്നത്. അത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. കാരണം ഈ ലീവ് സറണ്ടറുമായി ബന്ധപ്പെട്ട തുക പോലും കൃത്യമായി സർക്കാർ പലപ്പോഴും ജീവനക്കാർക്ക് സമയാസമയങ്ങളിൽ നൽകാറില്ല. ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഈ തുക ലീവ് സറണ്ടറിൽ നിന്ന് ഈ തുക പിടിച്ചുകൊള്ളട്ടെ എന്നുള്ളൊരു സമ്മതം നൽകുമ്പോൾ പ്രത്യേകിച്ചൊരു കാര്യമില്ലാതെ സാലറി ചലഞ്ച് പോയി എന്നുള്ള രീതിയിലേക്കാണ് നിലവിൽ നമുക്ക് പറയേണ്ടി വരുന്നത്. ഏതാണ്ട് 500 കോടിയെങ്കിലും സർക്കാർ ഈ സാലറി ചലഞ്ചിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് 250 കോടിയിലും താഴെ രൂപയിലേക്ക് മാത്രമായി ചുരുങ്ങി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് പൂർണ്ണമായും സർക്കാരിൻ്റെ സാലറി ചലഞ്ച്, മുഖ്യമന്ത്രിയുടെ സാലറി ചലഞ്ച് ജീവനക്കാരുടെ സംഘടനകളും ജീവനക്കാരും എല്ലാം ചേർന്നത് അപ്രസക്തമാക്കി മാറ്റി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അനു.